ഇരുട്ട് വീഴുമ്പോൾ നാം കാണുന്ന സ്വപ്നങ്ങളല്ല നമ്മളെ ഭയപ്പെടുത്തുന്നത്. പകരം ആ ഇരുട്ടിൽ നമ്മളെ തന്നെ നോക്കി നിൽക്കുന്ന ചില നിഴലുകളാണ്. നിശബ്ദതയ്ക്ക് പോലും ഒരു ശബ്ദമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ആ ശബ്ദം കേൾക്കാൻ കാതോർക്കുന്നവർക്ക് മാത്രമുള്ളതാണ് ഈ രാത്രി. എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാ പ്രശ്നങ്ങളും ശരിയാകും. ടെൻഷൻ അടിക്കണ്ട. നമുക്കിന്ന് പുതിയൊരു അടിപൊളി ഭയപ്പെടുത്തുന്ന കഥയിലേക്ക് കിടക്കാം. ലോറി ഡ്രൈവറുടെ ഹൊറർ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രസമാണ്. എന്നാൽ കഥ കേട്ടാലോ? ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കഥയുടെ തുടക്കത്തിൽ തന്നെ. എൻ്റെ പേര് സഞ്ജയ്. ഞാൻ വിരമിച്ചൊരു ട്രക്ക് ഡ്രൈവറാണ്. വിരമിച്ചു എന്ന് പറയാൻ കാരണം 1980 മുതൽ 2010 വരെ ഞാൻ ട്രക്ക് ഓടിച്ചിരുന്നു. അതിനുശേഷം ഞാൻ ട്രക്ക് ഓടിക്കുന്നത് നിർത്തി. മുംബൈ, നാസിക്, പൂനെ ഇതായിരുന്നു എൻ്റെ ദിവസമുള്ള വഴി. ചിലപ്പോൾ ഞാൻ മഹാരാഷ്ട്രയുടെ മറ്റ് ഭാഗങ്ങളിലേക്കും പോകാറുണ്ടായിരുന്നു. മഹാരാഷ്ട്രയിലെ റോഡുകളുമായി എനിക്ക് നല്ല പരിചയമുണ്ട്. ഇരുട്ട്, ഏകാന്തത, ക്ഷീണം ഇതൊന്നും ഞങ്ങളെപ്പോലെയുള്ള ട്രക്ക് ഡ്രൈവർമാർക്ക് പുതിയ കാര്യങ്ങളല്ല. നമുക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ ദിവസമുള്ളതാണ്. പക്ഷേ ഇതേ ബുദ്ധിമുട്ടുകളാണ് നമ്മളെ ഭയമില്ലാത്തവരാക്കുന്നത്. പക്ഷേ ആ രാത്രി, അതായത് ഓഗസ്റ്റ് 7 രാത്രി, ആ രാത്രിയിൽ നടന്ന കാര്യങ്ങൾ എഴുതുമ്പോൾ പോലും എൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ട്. ഈ സംഭവം നടക്കുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ ക്ലീനർ ഉണ്ടായിരുന്നു, പ്രശാന്ത്. അന്ന് അവന് ഏകദേശം 17-18 വയസ്സ് പ്രായം കാണും. അവൻ 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ഞങ്ങളുടെ തന്നെ അടുത്തുള്ള ഗ്രാമത്തിലാണ് അവൻ താമസിച്ചിരുന്നത്. ആ സമയത്ത് അവൻ ഒരു വർഷമായി എൻ്റെ കൂടെ ട്രക്കിലുണ്ട്. സ്വഭാവം കൊണ്ട് വളരെ സന്തോഷവാനും വായാടിയും എപ്പോഴും ചിരിക്കുന്നവനുമായിരുന്നു അവൻ. പക്ഷെ ആ രാത്രിക്ക് ശേഷം അവൻ പഴയതുപോലെ ആയില്ല. അന്ന് അവനേറ്റ മാനസിക ആഘാതത്തിൽ നിന്നും അവൻ ഒരിക്കലും കരകയറാൻ സാധിച്ചില്ല. സംഭവം 1988 രാത്രി 8 മണിക്ക് ഞാൻ നാസിക്കിൽ നിന്നും സാധനങ്ങളുമായി പുറപ്പെട്ടു. രാവിലെ ആകുമ്പോഴേക്കും നമുക്ക് മുംബൈയിൽ എത്തണമായിരുന്നു. വഴി എപ്പോഴും പോകുന്നതും നേരെയുമായിരുന്നു. ട്രക്കും നന്നായി ഓടുന്നുണ്ടായിരുന്നു. പക്ഷെ മുന്നോട്ട് പോകുന്തോറും കാലാവസ്ഥ പെട്ടെന്ന് മാറാൻ തുടങ്ങി. 9 മണി ആയിട്ടുണ്ടാകും. ചുറ്റുമുള്ള ഇരുട്ട് കൂടുതൽ കടുപ്പമായി. കാറ്റ് ശക്തമായി വീശാൻ തുടങ്ങി. അതിശക്തമായ മഴ പെയ്യാൻ സാധ്യതയുണ്ടായിരുന്നു. ആദ്യം കുറച്ച് തുള്ളികൾ വീണു. പിന്നെ പെട്ടെന്ന് അതിശക്തമായ മഴ തുടങ്ങി. പിന്നെ മഴ പെയ്യാൻ തുടങ്ങിയതും മുന്നിലുള്ളതൊന്നും കാണാൻ പറ്റാത്ത വിധത്തിലായിരുന്നു. വൈപ്പറുകൾ ഗ്ലാസിൽ വേഗത്തിൽ നീങ്ങുന്നുണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടായിരുന്നില്ല. കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ റോഡിൽ വെള്ളം നിറഞ്ഞു. അടുത്തുള്ള തോടുകളിൽ വെള്ളപ്പൊക്കം ഉണ്ടായതുപോലെ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു മറ്റൊരു വഴിയിലൂടെ പോകാമെന്ന്. വഴി തിരിഞ്ഞ് ഞങ്ങൾ എവിടെയാണ് പോയതെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ലായിരുന്നു. നേരത്തെ തന്നെ അതിശക്തമായ മഴ. കൂടാതെ ഞങ്ങൾ എവിടെയാണെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ലായിരുന്നു. മഴ കാരണം ചുറ്റുമുള്ളതൊന്നും കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പ്രശാന്ത് ചോദിച്ചു, ചേട്ടാ, നമുക്ക് എവിടെയെങ്കിലും നിർത്താം. ശരി, നമുക്ക് കുറച്ച് മുന്നോട്ട് എവിടെയെങ്കിലും നിർത്താം. വണ്ടിയിലുള്ള സാധനങ്ങൾക്കും നാശനഷ്ടങ്ങൾ സംഭവിക്കരുത്. ഞങ്ങൾക്ക് മുന്നിലൊന്നും കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വളരെ പതുക്കെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ ചുറ്റുമൊന്നുമില്ലായിരുന്നു. ഢാബയോ പെട്രോൾ പമ്പോ ഒരു ഗ്രാമം പോലുമില്ല. ഉണ്ടായിരുന്നത് റോഡും മഴയും ഇരുവശത്തുള്ള ചെറിയ മരങ്ങളും മാത്രം. അങ്ങനെ കുറച്ചു ദൂരം ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ പ്രശാന്ത് ഒരു വശത്തേക്ക് വിരൽ ചൂണ്ടി. ചേട്ടാ, അവിടെ എന്തോ ഉണ്ടല്ലോ, ഒരു കെട്ടിടം പോലെ തോന്നുന്നു. അവൻ ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് നോക്കിയപ്പോൾ റോഡിൽ നിന്നും അല്പം മാറി പഴയ ഒരു വലിയ കെട്ടിടം കാണാമായിരുന്നു. 2 നിലകളുള്ള വലിയൊരു കെട്ടിടം. ഉള്ളിലെ എല്ലാ ലൈറ്റുകളും അണഞ്ഞ നിലയിലായിരുന്നു. എങ്കിലും അത് ഞങ്ങൾക്ക് കാണാമായിരുന്നു. കാരണം റോഡിൽ അവശേഷിച്ച ഏക തെരുവ് വിളക്കിൻ്റെ വെളിച്ചം അതിൽ പതിക്കുന്നുണ്ടായിരുന്നു. മഴ കാരണം ആ സ്ഥലം വ്യക്തമായി കാണുന്നില്ലെങ്കിലും അതൊരു സർക്കാർ കെട്ടിടമായിരിക്കുമെന്ന് തോന്നി. വാച്ച്മാനോ മറ്റാരെങ്കിലുമോ അവിടെ കാണും. അതുകൊണ്ട് ഞങ്ങൾ ആ വശത്തേക്ക് പോകാനുള്ള വഴി കണ്ടെത്തി വണ്ടി റോഡിൽ നിന്നും ഇറക്കി ആ കെട്ടിടത്തിൻ്റെ വശത്തേക്ക് തിരിച്ചു. കെട്ടിടത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ കണ്ടത് ആ കെട്ടിടം മുഴുവനും കറുത്ത നിറമായി മാറിയിരിക്കുന്നു എന്നാണ്. മഴ കാരണം ഭിത്തികളെല്ലാം നനഞ്ഞു കുതിർന്നിരിക്കുന്നു. ജനൽ ചില്ലുകൾ പലയിടത്തും തകർന്നു കിടക്കുന്നു. മുന്നിലൊരു പഴയ ഇരുമ്പ് ഗേറ്റ് ഉണ്ടായിരുന്നു. അത് നേരത്തെ തന്നെ തുറന്നു കിടക്കുന്നുണ്ട്. അതിൽ തുരുമ്പിച്ചൊരു ചങ്ങല തൂങ്ങിക്കിടക്കുന്നു. ഞാൻ ആദ്യം കെട്ടിടത്തിലേക്കും പിന്നെ പ്രശാന്തിൻ്റെ മുഖത്തേക്കും നോക്കി പറഞ്ഞു, ഇത് അടഞ്ഞു കിടക്കുകയാണെന്ന് തോന്നുന്നു. പക്ഷെ നമുക്ക് ഉള്ളിൽ കയറാം. മഴ നിൽക്കുന്നത് വരെ ഇവിടെ നിൽക്കാം. ഇതും പറഞ്ഞ് ഞാൻ വണ്ടി അകത്തേക്ക് കയറ്റി കെട്ടിടത്തിൻ്റെ പഴയ പോർച്ചിൽ പാർക്ക് ചെയ്തു. മഴ നേരിട്ട് വണ്ടിയിൽ വീഴാത്തൊരിടത്ത് ഞങ്ങൾ 2 പേരും താഴെ ഇറങ്ങി. ടോർച്ചെടുത്ത് വെളിച്ചം ചുറ്റുമടിച്ചു നോക്കി. കെട്ടിടത്തിൻ്റെ പ്രധാന വാതിലിൽ തുരുമ്പിച്ചൊരു പഴയ ബോർഡുണ്ടായിരുന്നു. പ്രശാന്ത് ടോർച്ച് നീട്ടി അത് വായിക്കാൻ നോക്കി. പെട്ടെന്ന് അവൻ പുറകോട്ട് മാറി. ചേട്ടാ, ഇതൊരു ഭ്രാന്താശുപത്രിയാണെന്ന് തോന്നുന്നു. അത് കേട്ടപ്പോൾ എൻ്റെ വയറ്റിലൊരു ആന്തൽ അനുഭവപ്പെട്ടു.
പ്രശാന്ത് വീണ്ടും എൻ്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, ചേട്ടാ നമുക്ക് വണ്ടിയിൽ തന്നെ ഇരിക്കാം, എനിക്ക് ഉള്ളിലേക്ക് പോകണ്ട. ഞാനും അവൻ്റെ വാക്ക് സമ്മതിച്ചു. അതെ ശരിയാണ്, നമുക്ക് ഉള്ളിൽ പോകേണ്ട കാര്യമില്ല, നമുക്ക് വണ്ടിയിൽ തന്നെ ഇരിക്കാം. ഞങ്ങൾ തിരികെ ട്രക്കിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നു. റേഡിയോ ഓൺ ചെയ്തു. ബിസ്ക്കറ്റ് എടുത്ത് വെള്ളത്തോടൊപ്പം കുറച്ച് ബിസ്ക്കറ്റ് കഴിച്ചു. സമയം കടന്നു പോകുന്തോറും മഴയുടെ ശക്തി കൂടിക്കൂടി വന്നു. മഴ കൂടുതൽ ശക്തമായി തുടങ്ങി. ഞങ്ങളിവിടെ നിർത്തിയത് നന്നായി എന്ന് തോന്നി, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉറപ്പായും കുടുങ്ങിപ്പോയേനെ. മഴയുടെ ശബ്ദമല്ലാതെ ബാക്കിയെല്ലാം ശാന്തമായിരുന്നു. രാത്രി 12 മണി കഴിഞ്ഞിരിക്കുന്നു. ഇരുന്ന് മടുക്കാൻ തുടങ്ങി. പ്രശാന്ത് എപ്പോഴും ഉറങ്ങിപ്പോയി. പക്ഷേ ഞാൻ ഉണർന്നിരിക്കുകയായിരുന്നു. എൻ്റെ കണ്ണുകൾ ഉറക്കം കൊണ്ട് അടഞ്ഞു വരുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടെ പുറത്തേക്ക് നോക്കി. പക്ഷേ മഴ നിൽക്കുന്നതോ കുറയുന്നതോ ആയ ലക്ഷണമേ ഇല്ലായിരുന്നു. പെട്ടെന്ന് കെട്ടിടത്തിൻ്റെ മുകളിലത്തെ നിലയിലെ ഒരു ജനലിൽ എനിക്കൊരു വെളിച്ചം കണ്ടു. ഒറ്റ നിമിഷം മാത്രം ഉള്ളിൽ നിന്നും വെളിച്ചം വന്നു. പിന്നെ അത് അണഞ്ഞു. ഞാൻ കണ്ണു തിരുമ്മി നോക്കി. വീണ്ടും മുകളിലേക്ക് നോക്കി. ജനലിൽ ഇപ്പോൾ പഴയതുപോലെ ഇരുട്ടായിരുന്നു. മിന്നലുണ്ടായപ്പോൾ അതിൻ്റെ വെളിച്ചം ആ ചില്ലിൽ പതിച്ചതാകുമെന്ന് എന്നെ തന്നെ ഞാൻ വിശ്വസിപ്പിച്ചു. കാരണം മഴ ഇപ്പോഴും പഴയതുപോലെ പെയ്യുകയാണ്. ഞാൻ എന്നെ തന്നെ സമാധാനിപ്പിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. പക്ഷേ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതേ ജനൽ വീണ്ടും തെളിഞ്ഞു. ഇത്തവണ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ നേരം. ഉള്ളിലാരോ ടോർച്ചടിക്കുന്നത് പോലെയാണ് തോന്നിയത്. ഇപ്പോൾ ഞാൻ അത് തന്നെ നോക്കി നിന്നു. കാരണം അത് മിന്നൽ വെളിച്ചമായിരുന്നില്ല. മിന്നൽ വെളിച്ചം ഇത്രയും നേരം നിൽക്കില്ല. ഇവിടെ ഉറപ്പായും ആരോ ഉണ്ട്. ഞാൻ പ്രശാന്തിനെ പിടിച്ചു കുലുക്കി. പ്രശാന്ത് എഴുന്നേൽക്ക്, വേഗം എഴുന്നേൽക്ക്. പ്രശാന്ത് എഴുന്നേറ്റ് അത്ഭുതത്തോടെ ചോദിച്ചു, എന്താ കാര്യം? അതെ, മുകളിലെ ആ ജനലിലേക്ക് നോക്ക്. പ്രശാന്ത് കണ്ണു തിരുമ്മി മുകളിലേക്ക് നോക്കി. ജനലിൽ ഇപ്പോൾ വീണ്ടും ഇരുട്ടായിരുന്നു. എന്താ അവിടെ? ഒന്നുമില്ലല്ലോ. അല്ല, ഉള്ളിൽ വെളിച്ചമുണ്ടായിരുന്നു. ഉള്ളിൽ ആരോ ഉണ്ടെന്ന് തോന്നുന്നു. പ്രശാന്ത് ഞാനും ആ ജനലിലേക്ക് തന്നെ നോക്കി നിന്നു. ഒരു 4-5 മിനിറ്റ് നോക്കി. ചേട്ടാ, അവിടെ ഒന്നുമില്ല, നിങ്ങൾ ഉറങ്ങിക്കോളൂ, നിങ്ങൾക്ക് തോന്നിയതാകും. ഞാനൊന്നും മിണ്ടിയില്ല. പക്ഷെ ഉള്ളിൽ വെളിച്ചം കണ്ട കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. എങ്കിലും ഞാൻ ശാന്തനായിരുന്നു. അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും വെളിച്ചം കാണുമെന്ന് ഞാൻ കരുതി. ഇപ്പോൾ എൻ്റെ ശ്രദ്ധ വീണ്ടും ആ ജനലിലേക്ക് തന്നെ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ കുറേ സമയം കഴിഞ്ഞിട്ടും ഒന്നും കണ്ടില്ല. ഇപ്പോൾ കണ്ണുകൾ അടയാൻ തുടങ്ങിയിരിക്കുന്നു. പ്രശാന്ത് നേരത്തെ തന്നെ കൂർക്കം വിളിക്കാൻ തുടങ്ങിയിരുന്നു. രാത്രി 1 മണിയായി കാണും. ഞാൻ കണ്ണുകൾ അടയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ വണ്ടിയിലെ സീറ്റിൽ ചെരിഞ്ഞിരിക്കുകയാണ്. എൻ്റെ തല സ്റ്റീറിങ്ങിൽ വെച്ചിരുന്നു. ഉറക്കം വരുന്നുണ്ടായിരുന്നു. ചുറ്റുമുള്ള ശബ്ദങ്ങളെല്ലാം പതുക്കെ ശാന്തമാകാൻ തുടങ്ങി. പെട്ടെന്ന് ട്രക്കിൻ്റെ പുറകിൽ ഒരു വലിയ അടിശബ്ദം കേട്ടു. വണ്ടി മുഴുവനും കുലുങ്ങിപ്പോയി. പ്രശാന്ത് ഞെട്ടി എഴുന്നേറ്റു. ഞാൻ സ്റ്റീറിങ്ങിൽ മുറുകെ പിടിച്ചു. പ്രശാന്ത് അലറി, എന്തായിരുന്നു അത്? ഞാൻ ചുറ്റും നോക്കി പറഞ്ഞു, അറിയില്ല, വണ്ടിയിൽ എന്തോ വന്ന് വീണതുപോലെ തോന്നുന്നു. വലിയ എന്തോ ഒരു സാധനം. ഞങ്ങൾ രണ്ടുപേരും അത്ഭുതത്തോടെ ചുറ്റും നോക്കി. വണ്ടിക്ക് പുറത്തിറങ്ങി നോക്കാൻ ഞങ്ങൾക്ക് ധൈര്യമില്ലായിരുന്നു. വീണ്ടും വല്ല ശബ്ദവും കേൾക്കുമോ എന്ന് നോക്കി ഞങ്ങൾ കുറച്ചു നേരം ഇരുന്നു. ശബ്ദം പെട്ടെന്നായിരുന്നു വന്നത്. അതുകൊണ്ട് അത് എവിടെ നിന്നാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഒരു 3-4 മിനിറ്റ് ശാന്തമായി ഇരുന്ന ശേഷം ഞങ്ങൾ രണ്ടുപേരും ക്യാബിൻ്റെ പിന്നിലുള്ള ഗ്ലാസ്സിലൂടെ പുറകിലേക്ക് നോക്കാൻ ശ്രമിച്ചു. പക്ഷേ പുറത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ ഒന്നും വ്യക്തമല്ലായിരുന്നു. ഒരുപക്ഷെ ട്രക്കിൻ്റെ പുറകിൽ എന്തോ വീണതാകാം. വലിയ മരച്ചില്ലയോ കാറ്റിലെന്തോ പറന്ന് വീണതുമാകാം. ഒടുവിൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ അല്പം ധൈര്യം സംഭരിച്ച് വാതിൽ തുറന്നു. ആദ്യം പുറത്തൊരു നോട്ടമിട്ട് ഉറപ്പുവരുത്തിയ ശേഷം താഴെ ഇറങ്ങി. ടോർച്ചടിച്ച് വണ്ടിയുടെ അടിയിൽ നോക്കി. അവിടെ ഒന്നുമില്ലെന്ന് കണ്ട് സമാധാനമായി ഞാൻ വണ്ടിക്ക് പുറകിലേക്ക് പോയി. അവിടെ മുകളിലേക്ക് നോക്കി. മുകളിലും ഒന്നുമില്ലായിരുന്നു. വലിയ മരച്ചില്ലയോ ചുറ്റും വലിയ കല്ലോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ട്രക്കിൻ്റെ പുറകിൽ ഒരു വലിയ കുഴിയുണ്ടായിരുന്നു. വലിയ എന്തോ ഒരു സാധനം വന്നിടിച്ചതായിരുന്നു അത്. ആ കുഴിക്ക് ചുറ്റും ചെളിയുടെ അടയാളമുണ്ടായിരുന്നു. അത് മനുഷ്യൻ്റെ കൈപ്പത്തികൾ പതിഞ്ഞതുപോലെയായിരുന്നു. അത് മനുഷ്യൻ്റേതാണോ മറ്റെന്തെങ്കിലും ആണോ എന്നറിയില്ല. പക്ഷേ ആ അടയാളങ്ങൾ പുറത്തു നിന്നും ഉള്ളിലേക്ക് അമരുന്ന പോലെയല്ലായിരുന്നു, മറിച്ച് ഉള്ളിൽ നിന്നും പുറത്തേക്ക് തള്ളിയതുപോലെയായിരുന്നു. ഇത് കണ്ട് എൻ്റെ രോമം എഴുന്നേറ്റു. ചുറ്റും ആരോ ഉണ്ടെന്ന് എൻ്റെ മനസ്സിലൊരു ഭയമിരുന്നു. ഞാൻ ഉടനെ മുന്നോട്ടോടി വണ്ടിക്കുള്ളിൽ കയറി പ്രശാന്തിനോട് പറഞ്ഞു, പുറകിൽ എന്തോ ഉണ്ടായിരുന്നു എന്ന്. പക്ഷെ ഇപ്പോൾ അവിടെ ഒന്നുമില്ല. വണ്ടിയിലൊരു വലിയ കുഴിവ് വീണിട്ടുണ്ട്. പ്രശാന്തും ഇത് കേട്ട് പേടിച്ചു. അവൻ ഉടൻ പറഞ്ഞു, ചേട്ടാ, നമുക്കുള്ളിലേക്ക് പോകാം. ഇവിടെ നിൽക്കുന്നത് എനിക്ക് സുരക്ഷിതമായി തോന്നുന്നില്ല. ഏതെങ്കിലും മൃഗമായിരിക്കും. എനിക്കവൻ്റെ വാക്ക് കേട്ട അത്ഭുതം തോന്നി. ഞാൻ അവനോട് ചോദിച്ചു, എന്താ? നേരത്തെ നിനക്ക് ഉള്ളിൽ പോകാൻ പേടിയായിരുന്നല്ലോ. അവൻ പുതപ്പ് മടക്കി പറഞ്ഞു, അത്രയും ശക്തമായ മഴയാണ് പെയ്യുന്നത്. എന്തെങ്കിലും മൃഗം അഭയം തേടി വന്നതാകാം. അത് വീണ്ടും വരുമോ എന്ന് നമുക്ക് എന്താണ് ഉറപ്പ്? ആ മൃഗത്തിന് നമ്മുടെ ഗന്ധം കിട്ടിയിട്ടുണ്ടാകും. ആ മൃഗം വീണ്ടും വരും. അതുകൊണ്ട് നമുക്ക് ഉള്ളിലേക്ക് പോകാം. അവിടെ കൂടുതൽ സുരക്ഷിതമായിരിക്കും. കെട്ടിടം ശക്തമാണ്.
ട്രക്കിലിരിക്കുന്നതിനേക്കാൾ നല്ലത് ഉള്ളിൽ പോകുന്നതാണ്. അവൻ്റെ വാക്കിലും കാര്യമുണ്ടായിരുന്നു. പുറത്തു മഴ ഇപ്പോൾ വീണ്ടും ശക്തമായിരിക്കുന്നു. ട്രക്കിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ തണുത്ത കാറ്റ് അടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അല്പനേരം ചിന്തിച്ചു. അവൻ്റെ വാക്ക് സമ്മതിച്ചു. പ്രധാന വാതിൽ പൂർണ്ണമായും തുറന്നു കിടക്കുകയാണ്. ഞങ്ങൾ ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് ചുറ്റും മൃഗങ്ങളുടെ കാൽപ്പാടുകളുണ്ടോ എന്ന് നോക്കി ഉറപ്പുവരുത്തി. പക്ഷേ ഒന്നുമില്ലായിരുന്നു. ഞങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഉള്ളിലൊരു വലിയ ഹാളുണ്ടായിരുന്നു. ഒരു റിസപ്ഷൻ കൗണ്ടർ ഉണ്ടായിരുന്നു. കസേരകൾ അവിടെയും ഇവിടെയും തകർന്നു കിടക്കുന്നു. നിലത്ത് പഴയ കടലാസുകൾ പറന്നു കിടക്കുന്നുണ്ടായിരുന്നു. ഭിത്തികളിൽ മഞ്ഞ നിറമായ പഴയ നോട്ടീസുകൾ ഉണ്ടായിരുന്നു. മൊത്തത്തിലൊരു വിചിത്രമായ അന്തരീക്ഷം. കണ്ടാൽ തോന്നും വർഷങ്ങളായി ആരും അവിടെ വന്നിട്ടുണ്ടാകില്ല എന്ന്. ഒരു വശത്തെ ഭിത്തിയിൽ ഒരു പഴയ മരം കൊണ്ടുള്ള കറുത്ത ബോർഡുണ്ടായിരുന്നു. ഞാൻ ടോർച്ച് വെളിച്ചത്തിൽ അത് വായിച്ചു. വാർഡ് എ, മുറി 1 മുതൽ 50 വരെ. വാർഡ് ബി, മുറി 51 മുതൽ 100 വരെ. മുകളിലത്തെ നില, മുറി 101 മുതൽ 200 വരെ. 201 മുതൽ 212 വരെ മെഡിക്കൽ റൂമുകൾ. 213 സ്പെഷ്യൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് റൂം. ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. പ്രശാന്ത് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, നമുക്ക് നല്ലൊരു മുറിയോ സ്ഥലമോ കണ്ടെത്താം. അവിടെ നമുക്ക് സുരക്ഷിതമായിരിക്കാം. ഞങ്ങൾ നടക്കാൻ തുടങ്ങി. ആദ്യം താഴത്തെ മുറികൾ നോക്കി. അതിൽ ചില മുറികൾക്ക് വാതിലേ ഇല്ലായിരുന്നു. വാതിലുള്ള മുറികൾ പൂട്ടിയിരുന്നു. പ്രശാന്തും ഞാനും മുന്നോട്ട് പോയി. അവൻ ടോർച്ച് വെളിച്ചം അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു നോക്കി. മുന്നിൽ ഞങ്ങൾ ഗോണി കണ്ടു. താഴെ ഒന്നും കാണാത്തതുകൊണ്ട് ഞങ്ങൾ മുകളിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഞങ്ങൾ പരസ്പരം ആംഗ്യം കാണിച്ച് പതുക്കെ ഗോണി കയറി മുകളിലേക്ക് പോയി. മുകളിലെത്തിയപ്പോൾ ഞങ്ങൾ ഇരുവശത്തുമുള്ള ഇടനാഴിയിലേക്ക് വെളിച്ചമടിച്ചു. ഇരുവശത്ത് നീളമുള്ള ഇടനാഴിയായിരുന്നു. അവിടെയെല്ലാം ശാന്തമായിരുന്നു. പഴയ ബെഞ്ചുകൾ പൊടി പിടിച്ച് കിടന്നിരുന്നു. ഞങ്ങളൊരു ഇടനാഴിയിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഞാൻ ഇടതുവശത്തെ മുറികൾ നോക്കി. പ്രശാന്ത് വലതുവശത്തെയും. 2-4 മുറികൾ മുന്നോട്ട് പോയപ്പോൾ പ്രശാന്ത് പെട്ടെന്ന് എൻ്റെ കൈ പിടിച്ചു നിർത്തി. അവൻ പെട്ടെന്ന് തൊട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ചോദിച്ചു, എന്താ കാര്യം? നീ എന്തിനാ നിൽക്കുന്നേ? അവൻ ടോർച്ച് വെളിച്ചം ഒരു വശത്തേക്ക് അടിച്ചു പറഞ്ഞു, ചേട്ടാ ഇങ്ങോട്ട് നോക്ക്. അവൻ ടോർച്ച് കാണിച്ച ഭാഗത്തേക്ക് ഞാൻ നോക്കി. ഒരു മുറിയുടെ ഭിത്തിയിൽ നഖം കൊണ്ട് മാന്തിയ 100 കണക്കിന് പാടുകളുണ്ടായിരുന്നു. വർഷങ്ങളായി ആരും ആ മുറിയിൽ നിന്നും പുറത്തു കടക്കാൻ ശ്രമിക്കുന്നത് പോലെ. ആ വരകൾക്കടിയിൽ ഒരു വാചകം എഴുതിയിരുന്നു. അത് മറാഠിയിലായിരുന്നു. മലാ സോഡ മീ വേടാ നഹി. എന്നെ വിടൂ, എനിക്ക് ഭ്രാന്തില്ല. ഞങ്ങൾ രണ്ടുപേരും പരസ്പരം നോക്കി. പേടി തോന്നുന്നുണ്ടായിരുന്നു. പക്ഷെ സ്വയം സുരക്ഷിതമായി ഇരിക്കുക എന്നതായിരുന്നു പ്രധാനം. അവൻ വീണ്ടും പുറകോട്ട് തിരിഞ്ഞ് ഗോണി ഇറങ്ങി ഹാളിൻ്റെ ഒഴിഞ്ഞ ഭാഗത്തേക്ക് വന്നു. ഞാനും അവൻ്റെ പിന്നാലെ താഴെ ഇറങ്ങി. താഴെ എത്തിയപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ചേട്ടാ നമുക്കിവിടെ തന്നെ ഉറങ്ങാം, ഈ റിസപ്ഷൻ കൗണ്ടറിൻ്റെ പിന്നിൽ. ഞാൻ അവനോട് ചോദിച്ചു, മുകളിലത്തെ നിലയിലേക്ക് പോകണ്ടേ? പ്രശാന്ത് വേണ്ട എന്ന ആംഗ്യം കാണിച്ചു. സത്യം പറഞ്ഞാൽ അവിടുത്തെ അന്തരീക്ഷം വളരെ വിചിത്രമായിരുന്നു. ഞാൻ വീണ്ടും ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു, നമുക്കിവിടെ തന്നെ ഉറങ്ങാം. ഇതിലൂടെ നമുക്ക് വണ്ടിയിലേക്കും ശ്രദ്ധയുണ്ടാകും. എന്തെങ്കിലും വിചിത്രമായി തോന്നിയാൽ ഉടനെ പുറത്ത് കിടക്കാം. രാത്രി ഏകദേശം 1:30 അല്ലെങ്കിൽ 2 മണിയായിട്ടുണ്ടാകും. ഞങ്ങൾ കുറച്ച് ഇരുമ്പ് കസേരകളും ഒരു ബെഞ്ചും ചേർത്ത് വെച്ച് ഏതെങ്കിലും മൃഗം ഉള്ളിലേക്ക് വരാതിരിക്കാൻ റിസപ്ഷൻ കൗണ്ടറിൻ്റെ താഴെ അല്പം സ്ഥലമുണ്ടാക്കി ഞങ്ങൾ അവിടെ കിടന്നു. കുറേ സമയം സമാധാനമായി കടന്നുപോയി. ശബ്ദമോ ചലനങ്ങളോ ഒന്നുമില്ലായിരുന്നു. ആ സ്ഥലത്തിൻ്റെ പ്രഭാവമാണോ എന്തോ അറിയില്ല. പക്ഷേ അറിയാതെ തന്നെ ഞങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉറങ്ങിപ്പോയി. പക്ഷേ രാത്രി 3 മണിയായപ്പോൾ ആരോ ഞങ്ങൾ വച്ചിരുന്ന ആ ബെഞ്ച് നീക്കുന്നതായി എനിക്ക് തോന്നി. ആ ശബ്ദത്തിൽ എൻ്റെ ഉറക്കം തെളിഞ്ഞു. ഞാൻ പരിഭ്രമിച്ചുണർന്നു. കണ്ണു തുറന്നു നോക്കിയപ്പോൾ പ്രശാന്ത് അവിടെ ഇല്ലായിരുന്നു. അവൻ അവൻ്റെ സ്ഥലത്തുണ്ടായിരുന്നില്ല. ഇത് കണ്ടപ്പോൾ എൻ്റെ ശരീരത്തിലൂടെ ഒരു പേടി അലതല്ലി. എൻ്റെ രോമങ്ങൾ എഴുന്നേറ്റു. ആദ്യം ഞാൻ പതുക്കെ അവനെ വിളിച്ചു, പ്രശാന്ത്. 1-2 വട്ടം വിളിച്ചു. പക്ഷേ ചുറ്റും നിശബ്ദത മാത്രം. പ്രശാന്ത്. ഞാൻ കുറച്ചു നേരം മിണ്ടാതെയിരുന്നു. പിന്നെ അല്പം ഉറക്കെ വിളിച്ചു. ആ വലിയ ഹാളിൽ എൻ്റെ ശബ്ദം മുഴങ്ങി കേട്ടു. പക്ഷേ മറുപടിയൊന്നും വന്നില്ല. ഞാൻ എഴുന്നേറ്റു, ടോർച്ചെടുത്തു. ആദ്യം പതുക്കെ പുറത്തേക്ക് തല നീട്ടി ചുറ്റും അപകടമുണ്ടോ എന്ന് നോക്കി. അവിടെ ഒന്നുമില്ലായിരുന്നു. ഉറപ്പുവരുത്തിയ ശേഷം ഞാൻ പുറത്തിറങ്ങി. അവിടെ ഞാൻ കാൽപ്പാടുകൾ കണ്ടു. പക്ഷേ പ്രശാന്ത് വണ്ടിയിലേക്കാണോ മറ്റെവിടെയാണോ പോയതെന്ന് എനിക്ക് മനസ്സിലായില്ല. മൂത്രമൊഴിക്കാൻ എവിടെയെങ്കിലും പോയതാകാമെന്ന് ഒരു നിമിഷം എനിക്ക് തോന്നി. ഞാൻ ഞങ്ങളുടെ സ്ഥലത്ത് വീണ്ടും നോക്കി. അവൻ്റെ ടോർച്ചും അവിടെ ഇല്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് കൂടുതൽ ഭയം തോന്നി. ഞാൻ ഹാള് മുഴുവനും നടന്നു. അടുത്തുള്ള ബാത്റൂം നോക്കി. അവൻ അവിടെ ഇല്ലായിരുന്നു. വണ്ടിക്കുള്ളിൽ നോക്കി. അവൻ വണ്ടിയിലും ഇല്ലായിരുന്നു. എൻ്റെ നെഞ്ചിടിപ്പ് കൂടി. ഒടുവിൽ എനിക്ക് നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ ഞാൻ ആ ഇടനാഴി കടന്ന് വീണ്ടും ആ ഗോണിയുടെ അടുത്തേക്ക് പോയി. ഗോണിയുടെ അടുത്തെത്തി ഞാൻ മുകളിലേക്ക് നോക്കി. മുകൾ നില പൂർണ്ണമായും ഇരുട്ടിലായിരുന്നു. പക്ഷേ മുകളിൽ നിന്നും ഒരു ചെറിയ വെളിച്ചം വരുന്നുണ്ടായിരുന്നു. ഏത് മുറിയിൽ നിന്നാണെന്നറിയില്ല, പക്ഷേ വെളിച്ചം കാണാമായിരുന്നു. പ്രശാന്ത് മുകളിലേക്ക് പോയിട്ടുണ്ടാകുമോ? ആ സമയത്ത് ഞാൻ ഗോണിയിലേക്ക് നോക്കി.
അവിടെ പൊടിയിൽ അസംഖ്യം കാൽപ്പാടുകളുണ്ടായിരുന്നു. ഇതെങ്ങനെ സാധ്യമാണ്? പ്രശാന്ത് എന്നോട് പറയാതെ എന്തിനു മുകളിലേക്ക് പോയി? പക്ഷേ കാൽപ്പാടുകൾ കണ്ടപ്പോൾ അവൻ മുകളിലേക്ക് തന്നെ പോയതാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പേടിച്ചുകൊണ്ട് ഗോണി കയറാൻ തുടങ്ങി. പതുക്കെ പതുക്കെ ഓരോ പടി കയറുമ്പോഴും എൻ്റെ നെഞ്ചിടിപ്പ് കൂടി വന്നു. കാലുകൾക്ക് ഭാരം അനുഭവപ്പെട്ടു. കുറച്ചു പടികൾ കയറിയപ്പോൾ തന്നെ എൻ്റെ അവസ്ഥ തളർന്നൊരു വൃദ്ധൻ്റേതുപോലെയായി. ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം, അത്രയും തണുത്ത കാലാവസ്ഥയിലും നെറ്റിയിൽ നിന്നും വിയർപ്പ് തുള്ളികൾ ഒഴുകുന്നുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ ഞാൻ മുകളിലെത്തി. അതൊരു നീണ്ട ഇടനാഴിയായിരുന്നു. ഇരുവശത്തും മുറികളും അടഞ്ഞ വാതിലുകളും. വാതിലുകളിൽ നമ്പറുകൾ ഉണ്ടായിരുന്നു. 201, 202. ഇടനാഴിയുടെ അറ്റത്തൊരു ചെറിയ മഞ്ഞ വെളിച്ചമുണ്ടായിരുന്നു. ഏറ്റവും അവസാനത്തെ മുറിയിൽ. പ്രശാന്ത് അവിടെ പോയതാകുമോ? അതോ അവന് സുരക്ഷിതമായൊരു മുറി കിട്ടിയതുകൊണ്ട് പോയതാണോ? ഞാൻ ആ മുറിയിലേക്ക് നടന്നു. ടോർച്ച് മുന്നോട്ട് പിടിച്ച് വാതിലുകൾ എണ്ണി നടന്നു. 201, 202, 204. ഒടുവിൽ ഞാൻ അവസാനത്തെ വാതിലിൻ്റെ അടുത്തെത്തി. 213. വാതിൽ പകുതി തുറന്ന് കിടക്കുകയായിരുന്നു. ഉള്ളിൽ നിന്നും മഞ്ഞ വെളിച്ചം വരുന്നുണ്ടായിരുന്നു. ഞാൻ അവനെ വിളിച്ചു, പ്രശാന്ത്. ഉള്ളിൽ നിന്നും മറുപടി ഒന്നും വന്നില്ല. ഞാൻ വാതിൽ അല്പം തള്ളി ഉള്ളിലേക്ക് നോക്കി. ഉള്ളിലെ ഭിത്തിയിൽ ആ മഞ്ഞ വെളിച്ചം കാരണം ഒരു വലിയ നിഴൽ കാണാമായിരുന്നു. ഞാൻ ഉള്ളിലേക്ക് പോയി. അതൊരു വലിയ മുറിയായിരുന്നു. അവിടെ ഒരു പഴയ മേശയും ഒരു പഴയ ഇരുമ്പ് കട്ടിലും ഉണ്ടായിരുന്നു. അടുത്തൊരു മരം കൊണ്ടുണ്ടാക്കിയ കസേര ഉണ്ടായിരുന്നു. അതിൽ കൈകാലുകൾ കെട്ടിയിടാനുള്ള തോൽപ്പട്ടകൾ ഉണ്ടായിരുന്നു. പ്രശാന്ത് ആ കസേരയ്ക്ക് മുന്നിൽ നിൽക്കുകയാണ്. അവൻ പുറംതിരിഞ്ഞാണ് നിൽക്കുന്നത്. ഞാൻ അവനെ വിളിച്ചു, പ്രശാന്ത്, നീ ഇവിടെ എന്താ ചെയ്യുന്നേ? ഞാൻ നിന്നെ എത്ര അന്വേഷിച്ചു. ഒന്ന് പറഞ്ഞിട്ട് വരാമായിരുന്നില്ലേ? പ്രശാന്ത് തിരിഞ്ഞു നോക്കിയില്ല. ഒന്നും പറഞ്ഞതുമില്ല. അവൻ്റെ കയ്യിൽ മഞ്ഞ നിറമായൊരു ഫയൽ ഉണ്ടായിരുന്നു. ഏതെങ്കിലും രോഗിയുടേതാകാം അത്. ഏറ്റവും വിചിത്രമായ കാര്യം, അവൻ്റെ കൈകളിൽ ചുവന്ന നിറത്തിലുള്ള നഖം കൊണ്ട് മാന്തിയ പാടുകളുണ്ടായിരുന്നു. അതിൽ നിന്നും രക്തം വരുന്നുണ്ടായിരുന്നു. അവിടെ എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ അവൻ്റെ അടുത്ത് ചെന്ന് അവനെ തൊടാൻ തുടങ്ങിയപ്പോഴേക്കും അവൻ്റെ ശബ്ദം കേട്ടു. മീ വേടാ നഹി, മാല സോഡ, മീ വേടാ നഹി, അവൻ പറഞ്ഞു. പക്ഷെ ആ ശബ്ദം പ്രശാന്തിൻ്റേതായിരുന്നില്ല. അതൊരു വൃദ്ധൻ്റെ ഘനമുള്ള ശബ്ദമായിരുന്നു. എനിക്ക് പേടി തോന്നി. പ്രശാന്ത്, നീ എന്തായി പുലമ്പുന്നേ? നമുക്ക് വാ, വണ്ടിയിലേക്ക് പോകാം എന്ന് പറഞ്ഞ് ഞാൻ അവൻ്റെ തോളിൽ കൈവച്ചു. അവൻ പെട്ടെന്ന് എൻ്റെ നേരെ തിരിഞ്ഞു. അവൻ്റെ മുഖം, അവൻ്റെ കണ്ണുകൾ പൂർണ്ണമായും തുറന്നിരുന്നു. പക്ഷേ കൃഷ്ണമണികൾ മുകളിലേക്ക് പോയിരുന്നു. കണ്ണിൻ്റെ വെള്ളഭാഗം മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ. വായ തുറന്നിരുന്നു. ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ വീണ്ടും അലറി, മീ വേടാ നഹി, മലാസോഡ. ഞാൻ പേടിച്ച് പുറകോട്ട് മാറി. പ്രശാന്ത് ആ വിചിത്ര ശബ്ദത്തിൽ സംസാരിച്ചു. ആ നിമിഷം അവൻ്റെ കയ്യിൽ നിന്നും ആ ഫയൽ നിലത്ത് വീണു. പെട്ടെന്ന് അവൻ നിലത്തിരുന്ന് കരയാൻ തുടങ്ങി. ഇപ്പോൾ അവൻ്റെ കരച്ചിൽ സാധാരണമായിരുന്നു. അവൻ എന്നെ വിളിച്ചു, ചേട്ടാ, ചേട്ടാ. ഞാൻ ഉടനെ അവൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു. എന്താ സംഭവിച്ചത്? പ്രശാന്ത്, നീ എങ്ങനെ ഇവിടെ എത്തി? പ്രശാന്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്കറിയില്ല ചേട്ടാ. കണ്ണു തുറന്നപ്പോൾ ഞാൻ ഇവിടെയായിരുന്നു. ഞാൻ എങ്ങനെ ഇവിടെ വന്നുവെന്ന് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് നല്ല വേദനയുണ്ട്. ഞാൻ ആ ഫയൽ ടോർച്ചടിച്ച് നോക്കി. അതിൽ എഴുതിയിരുന്നു രോഗിയുടെ പേര് രഘുനാഥ് മോറെ, പ്രായം 47, പ്രവേശനം 12 ജനുവരി 1975, അസുഖം സ്കീസോഫ്രീനിയ, ലക്ഷണങ്ങൾ അപകടകാരി, എപ്പോഴും മുറിയിൽ നിന്നും പുറത്തു കടക്കാൻ ശ്രമിക്കുന്നു, കൈകാലുകൾ കെട്ടിയിടേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ അടുത്ത പേജ് മറിച്ചു. അവിടെ ഒരു കുറിപ്പുണ്ടായിരുന്നു. 3 മാർച്ച് 1978. രോഗിയെ മുറി നമ്പർ 213-ൽ ഒറ്റയ്ക്ക് താമസിപ്പിച്ചു. കാരണം മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നു. പിന്നെ ഒരു പേജിൽ ഇങ്ങനെ എഴുതിയിരുന്നു, ഓഗസ്റ്റ് 7, 1978. രോഗി രഘുനാഥ് മോറെ ഇന്ന് രാവിലെ അന്തരിച്ചു. കാരണം സ്വയം പരിക്കേൽപ്പിച്ചു. മരണസമയത്ത് പ്രായം 50. സ്ഥലം മുറി നമ്പർ 213. ഞാൻ തീയതി വീണ്ടും വായിച്ചു. ഓഗസ്റ്റ് 7, അതായത് ഇന്നത്തെ അതേ രാത്രി, അതേ രീതിയിൽ ഇതേ മുറിയിൽ വെച്ചാണ് അയാൾ മരിച്ചത്. ഞാൻ ഉടനെ ആ ഫയൽ അടച്ചു. നമുക്കിവിടെ നിന്നും പോകണം. ഇവിടെ എനിക്ക് ശരിയായി തോന്നുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ആ നിമിഷം മുറിയുടെ വാതിൽ വലിയൊരു ശബ്ദത്തോടെ അടഞ്ഞു. ഞാൻ ഓടി വാതിലിൻ്റെ അടുത്തെത്തി തള്ളി നോക്കി. പക്ഷേ തുറന്നില്ല. എത്ര ശ്രമിച്ചിട്ടും അത് തുറന്നില്ല. ആ സമയത്ത് പ്രശാന്തിൻ്റെ കരച്ചിൽ എനിക്ക് കേൾക്കാമായിരുന്നു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ആ പഴയ കട്ടിലിൽ ആരും ഇരിക്കുന്നു. വെള്ള ഷർട്ടിട്ടൊരു വൃദ്ധൻ. പക്ഷെ ഒരു നിമിഷം മുമ്പ് അവിടെ ആരുമില്ലായിരുന്നു. ആ മനുഷ്യൻ്റെ മുഖം താഴേക്ക് കുനിഞ്ഞിരിക്കുന്നു. അയാളുടെ ചുണ്ടുകൾ അനങ്ങുന്നുണ്ടായിരുന്നു. അയാൾ മന്ത്രിക്കുന്നുണ്ട്, മീ വേടാ നഹി, മലാസോഡ, മീ വേടാ നഹി. പെട്ടെന്ന് അയാൾ കണ്ണുകൾ എൻ്റെ നേരെ തിരിച്ചു. എനിക്കൊരു ഷോക്ക് അടിച്ചതുപോലെ തോന്നി. പ്രശാന്ത് അലറിക്കൊണ്ട് എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. അവൻ്റെ ഇടിയിൽ ഞാൻ താഴെ വീണു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ടോർച്ചും താഴെ വീണു. ടോർച്ച് അണഞ്ഞു.
ചുറ്റും കടുത്ത ഇരുട്ടായി. ഞാൻ ടോർച്ച് തിരഞ്ഞു. പ്രശാന്ത് എവിടെയെന്ന് ഞാൻ ചോദിച്ചു. അവൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ഇവിടെയുണ്ട്. ഞാൻ പതുക്കെ അവനെ തിരഞ്ഞ് അടുത്ത് ചെന്നു. നീ അനങ്ങരുത്, എൻ്റെ കൈ പിടിച്ച് എൻ്റെ കൂടെ വാ. ഞാൻ ധൈര്യം സംഭരിച്ച് പ്രശാന്തിൻ്റെ ടോർച്ചെടുത്ത് തെളിയിച്ചു. ആ വെളിച്ചം വീണ്ടും ആ കട്ടിലേക്ക് വീണു. പക്ഷേ കട്ടിലിപ്പോൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. പക്ഷേ കട്ടിലിൻ്റെ കമ്പികളിൽ നഖം കൊണ്ട് മാന്തിയ പാടുകളുണ്ടായിരുന്നു. ഞങ്ങൾ ഉടനെ വാതിലിൻ്റെ അടുത്ത് ചെന്ന് സർവ്വശക്തിയും എടുത്ത് തള്ളി. ഇത്തവണ വാതിൽ തുറന്നു. ഞാൻ പ്രശാന്തിനെ പുറത്തേക്ക് വലിച്ചു. ഞങ്ങൾ ആ ഇടനാഴിയിലൂടെ ഓടി. ഓടുമ്പോൾ ഞങ്ങൾക്ക് പിന്നിൽ ആരോ നടന്നു വരുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. ഞങ്ങൾ താഴെയെത്തി. ഹാളിൽ നിന്നും പുറത്തിറങ്ങി ട്രക്കിൽ കയറി ലോക്ക് ചെയ്തു. ഞാൻ എൻജിൻ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ നടന്നില്ല. പലവട്ടം ശ്രമിച്ചു. ഞങ്ങൾ ട്രക്കിൽ മിണ്ടാതെയിരുന്നു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പ്രശാന്ത് പറഞ്ഞു, നമ്മൾ രക്ഷപ്പെട്ടു എന്ന് തോന്നുന്നു. ഞാൻ വീണ്ടും എൻജിൻ സ്റ്റാർട്ട് ചെയ്തു. ഇത്തവണ അത് സ്റ്റാർട്ടായി. ഞാൻ വേഗത്തിൽ വണ്ടി പുറത്തേക്കെടുത്ത് റോഡിലെത്തിച്ചു. രാവിലെ ആയപ്പോൾ ഞങ്ങളൊരു സ്ഥലത്ത് വണ്ടി നിർത്തി. പ്രശാന്തിൻ്റെ മുഖം ആകെ മാറിപ്പോയിരുന്നു. അവൻ പറഞ്ഞു, ചേട്ടാ ആ മുറിയിൽ ഞാൻ ഒറ്റയ്ക്ക് പോയതല്ല. കണ്ണു തുറന്നപ്പോൾ മുകളിൽ നിന്നും ഒരു ശബ്ദം വരുന്നുണ്ടായിരുന്നു, മുകളിൽ വരൂ, മുകളിൽ വരൂ എന്ന്. എനിക്കെന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ഉറക്കത്തിൽ നടക്കുന്നത് പോലെ മുകളിലേക്ക് പോയി. അവൻ കൈ കാണിച്ചു തന്നു. അവൻ്റെ കൈത്തണ്ടയിൽ വിരലുകൾ അമർന്ന വലിയ പാടുകളുണ്ടായിരുന്നു. ആരോ അവനെ ബലമായി പിടിച്ചതുപോലെ. ഇത് കണ്ടപ്പോൾ ഞങ്ങൾ രണ്ടുപേരും സ്തബ്ധരായിരുന്നു. മുംബൈയിലെത്തിയ ശേഷം പ്രശാന്താകെ മാറിപ്പോയി. അവൻ രാത്രികളിൽ ഉറങ്ങാതെയായി. 1 മാസത്തിന് ശേഷം അവൻ ജോലി ഉപേക്ഷിച്ചു. പിന്നീട് അറിഞ്ഞത് പ്രശാന്ത് പൂർണ്ണമായും ഭ്രാന്തനായി മാറിയെന്നാണ്. പിന്നീട് അവൻ എനിക്ക് ഭ്രാന്തില്ല എന്ന് പറഞ്ഞ് റോഡിലൂടെ അലയാനും തുടങ്ങി. അതാണ് അവനെക്കുറിച്ച് അവസാനമായി എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതായിരുന്നു ഈ കഥ. പോകല്ലേ, ഒരു കഥ കൂടിയുണ്ട്, അതുകൂടി കേട്ടിട്ട് പോ. കഥയുടെ തുടക്കത്തിൽ തന്നെ എൻ്റെ പേര് കുമാർ എന്നാണ്. തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ ജീവിതം വളരെ സാധാരണമായിരുന്നു. വലിയ ഭൂമിയോ ബിസിനസ്സോ ഒന്നുമില്ലായിരുന്നു. അടുത്ത മാസത്തെ ചിലവ് സുഖമായി നടക്കുമെന്ന് സമാധാനത്തോടെ ഇരുന്ന് പറയാൻ പറ്റുന്ന ഒരു താങ്ങും എനിക്കുണ്ടായിരുന്നില്ല. വിവാഹം കഴിഞ്ഞിരുന്നു. വീട്ടിലൊരു മകളുണ്ട്. ഭാര്യയും അമ്മയുമുണ്ട്. ഉത്തരവാദിത്തങ്ങൾ പ്രായത്തേക്കാൾ വലുതായി തോന്നി തുടങ്ങിയിരുന്നു. ഞാൻ കുറച്ചു കാലം ചെന്നൈയിലുള്ള ഒരു ട്രാൻസ്പോർട്ട് കമ്പനിയിൽ ചെറിയ ജോലികൾ ചെയ്തു. പക്ഷേ സ്ഥിരമായൊരു സമാധാനം ലഭിക്കാനുള്ള വരുമാനം അതിൽ നിന്നും ലഭിച്ചിരുന്നില്ല. അക്കാലത്താണ് ഞങ്ങളുടെ നാട്ടിലൊരാൾ മലേഷ്യയിൽ ഡ്രൈവർമാരെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞത്. ആദ്യം എനിക്ക് വിശ്വാസം വന്നില്ല. കാരണം ആ സമയത്തെല്ലാം ഒരുപാട് തട്ടിപ്പുകൾ നടക്കാറുണ്ട്. എന്നാൽ പിന്നീടൊരു ഏജൻറ്റ് വഴി കാര്യങ്ങൾ ശരിയായി. ആദ്യം ഞാൻ വിചാരിച്ചത് 2-3 വർഷത്തേക്ക് മാത്രം പോകണമെന്നാണ്. കുറച്ച് പണം സമ്പാദിക്കാം, വീട് നന്നാക്കാം, പിന്നെ തിരിച്ചു വരാം. ഇതും ചിന്തിച്ച് ഞാൻ മലേഷ്യയിലേക്ക് പോയി. തുടക്കത്തിലെ മാസങ്ങൾ വളരെ കടുപ്പമേറിയതായിരുന്നു. വേറെ സാഹചര്യം, ആളുകളുടെ രീതി വേറെ. സെലാങ്കോറിൽ മറ്റു കുറച്ച് പാകിസ്ഥാനികളും തമിഴ്നാട്ടുകാരും ഏതാനും ഇന്തോനേഷ്യൻ യുവാക്കൾക്കുമൊപ്പം ഒരു ഫ്ലാറ്റിലായിരുന്നു ഞാൻ താമസിച്ചിരുന്നത്. പകൽ സമയത്ത് ഞാനൊരു ചെറിയ ഗോഡൗണിൽ സ്റ്റോക്ക് ഡെലിവറി റെക്കോർഡുകൾ കൈകാര്യം ചെയ്യുന്ന ജോലി ചെയ്തു. അതൊരു വലിയ ജോലിയായിരുന്നില്ല. പക്ഷേ മുറിവാടകയും ദൈനംദിന ചെലവുകളും അതിൽ നിന്നും നടന്നു പോന്നു. ശരിക്കുള്ള പണം എനിക്ക് ലഭിച്ചിരുന്നത് രാത്രിയിലെ ഡ്രൈവിങ്ങിൽ നിന്നായിരുന്നു. രാത്രിയിലെ ജോലി ഇങ്ങനെയായിരുന്നു. ഒരു ട്രാൻസ്പോർട്ട് കമ്പനി വലിയൊരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിലേക്ക് മണൽ എത്തിക്കാനുള്ള കരാർ എടുത്തിരുന്നു. പുഴയുടെ തീരത്തുള്ളൊരു പ്രത്യേക പോയിന്റിൽ നിന്നാണ് മണൽ ലോഡ് ചെയ്യുന്നത്. പിന്നീട് ട്രക്കുകൾ അത് ദൂരെയുള്ള ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് കൊണ്ടുപോകണം. ആ സൈറ്റിലെത്താൻ സാധാരണ ഹൈവേയിൽ നിന്നും മാറി ഉള്ളിലേക്ക് കുറേ പോകണമായിരുന്നു. ആദ്യത്തെ ഭാഗം കുഴപ്പമില്ലായിരുന്നു. എന്നാൽ അവസാനത്തെ ഭാഗം നീളമേറിയതും വിജനമായതും പല സ്ഥലത്തും ടാർ ചെയ്യാത്തതുമായിരുന്നു. മഴ പെയ്താൽ ആ വഴി കൂടുതൽ മോശമാകുമായിരുന്നു. ആ ട്രക്കിൽ രാത്രി ഡ്രൈവിംഗ് ഞാനാണ് ചെയ്തിരുന്നത്. പകൽ സമയം വേറൊരാൾ അതിൽ ജോലി ചെയ്യും. ഞങ്ങളുടെ സമയങ്ങൾ വ്യത്യസ്തമായതുകൊണ്ട് വണ്ടി കൈമാറുന്ന സമയത്ത് മാത്രമേ വല്ലപ്പോഴും കാണാറുള്ളൂ. അയാൾ ബംഗ്ലാദേശുകാരനായിരുന്നു. അധികം സംസാരിക്കാറില്ല. ഞാൻ രാത്രി ഏകദേശം സന്ധ്യ കഴിഞ്ഞ് പുറപ്പെടും. പുഴയുടെ തീരത്തെ ലോഡിംഗ് പോയിന്റിലെത്തും. ട്രക്ക് നിറച്ച് അവിടെ നിന്നും കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് തിരിക്കും. പോകാനും വരാനും ലോഡിങ്ങിനും കാത്തിരിപ്പിനുമൊക്കെയായി ഒരു ട്രിപ്പ് പൂർത്തിയാക്കാൻ മണിക്കൂറുകൾ എടുക്കുമായിരുന്നു. തുടക്കത്തിൽ ഇതെനിക്കൊരു കഠിനമായ ജോലി മാത്രമായിരുന്നു. ക്ഷീണം തോന്നും, ഉറക്കം വരും, ശരീരം തളരും. പക്ഷേ പണം അത്യാവശ്യം നല്ലത് കിട്ടുമായിരുന്നു. അതുകൊണ്ട് ഇതെല്ലാം സഹിക്കണമെന്ന് ഞാൻ എന്നെ തന്നെ സമാധാനിപ്പിച്ചു. പിന്നീട് പതുക്കെ ഒരു കാര്യം എൻ്റെ ശ്രദ്ധയെ ആകർഷിക്കാൻ തുടങ്ങി. ഞങ്ങൾ ഉള്ളിലേക്ക് പോകേണ്ടി വരുന്ന ആ വഴി ഒരിടത്ത് ഒരു പഴയ ശ്മശാനത്തിൻ്റെ അരികിലൂടെ കടന്നു പോകുന്നുണ്ടായിരുന്നു. അത് നഗരത്തിലുള്ളതുപോലെയുള്ള ശ്മശാനമായിരുന്നില്ല. അതിന് ഗേറ്റോ വെളിച്ചമോ ചുറ്റും ജനവാസമോ ഒന്നുമില്ല. കാടിനുള്ളിൽ ഒരു നിരപ്പായ സ്ഥലത്തായിരുന്നു അത്. പകൽ സമയം നോക്കിയാൽ അത് വെറും കല്ലറകളാണ്.
ചിലത് പഴയത്, ചിലത് താരതമ്യേന പുതിയത്. ചിലതിൻ്റെ ശവക്കല്ലറയിൽ വച്ചിരിക്കുന്ന കല്ലുകൾ നേരെയുള്ളത്, ചിലത് ചെരിഞ്ഞത്, ചിലതിൽ പായൽ പിടിച്ചത്. എന്നാൽ രാത്രിയിൽ ആ സ്ഥലത്തിൻ്റെ അന്തരീക്ഷം മാറും. അതിനെക്കുറിച്ച് ഞാൻ ആദ്യം കേട്ടത് ലോഡിംഗ് പോയിന്റിൽ ജോലി ചെയ്യുന്ന ഒരു മലേഷ്യക്കാരൻ്റെ അടുത്ത് നിന്നാണ്. ഒരു ദിവസം അയാൾ വെറുതെ പറഞ്ഞു, രാത്രിയിൽ ഇതിലൂടെ ശ്രദ്ധിച്ചു പോകണം. ആളുകൾക്ക് ഈ റൂട്ട് അത്ര ഇഷ്ടമല്ല. ഞാൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്താ കൊള്ളക്കാരുണ്ടോ? അയാൾ ചിരിച്ചില്ല, വെറുതെ പറഞ്ഞു, കൊള്ളക്കാരായിരുന്നെങ്കിൽ കാര്യങ്ങൾ എളുപ്പമായിരുന്നു. അന്ന് ഞാൻ ആ സംസാരിച്ചതിനെ ഒരു തമാശയായി കരുതി. വിദേശ രാജ്യത്ത് നിൽക്കുമ്പോൾ ആരും ഇത്തരം കാര്യങ്ങളിൽ തലയിടാൻ ആഗ്രഹിക്കില്ല. അവിടെ എല്ലാവരും അവരവരുടെ ജോലി നോക്കി നടക്കും. ഞങ്ങളുടെ കമ്പനിക്കാർക്കും ഇത്തരം കാര്യങ്ങൾ വെറും അസംബന്ധമായിരുന്നു. നാട്ടുകാർ ആളൊഴിഞ്ഞ എല്ലാ സ്ഥലങ്ങളെയും ഭൂതങ്ങളുമായി ബന്ധിപ്പിക്കുമെന്നായിരുന്നു അവരുടെ മറുപടി. എന്നാൽ ആദ്യത്തെ കുറച്ച് രാത്രിയിൽ തന്നെ ആ ശ്മശാനത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു അസ്വസ്ഥത തുടങ്ങിയിരുന്നു. അതൊരു പ്രത്യേക സ്ഥലം മാത്രമായിരുന്നില്ല, മൊത്തം അന്തരീക്ഷം അങ്ങനെയായിരുന്നു. റോഡ് ഇടുങ്ങിയതാകും. ട്രക്കിൽ ഭാരമുള്ളതുകൊണ്ട് വേഗത താനെ കുറയ്ക്കേണ്ടി വരും. റോഡിൻ്റെ ഇരുവശത്തും മരങ്ങൾ അത്രത്തോളം തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് കാരണം ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം പോലും പൂർണ്ണമായി പുറത്തേക്ക് കിട്ടില്ല. ചിലയിടങ്ങളിൽ ഈർപ്പം കാരണം ചില്ലുകളിൽ നേരിയ മൂടൽമഞ്ഞ് പടരും. ദൂരെയെങ്ങും മനുഷ്യരില്ല, കടകളില്ല, പെട്രോൾ പമ്പില്ല. വല്ലപ്പോഴും ദൂരെ നിന്നും വരുന്ന മറ്റൊരു ട്രക്കിൻ്റെ ഹെഡ്ലൈറ്റ് മാത്രം കാണാം. അത് പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യും. ആ ശ്മശാനത്തിനരികിലൂടെ കടന്നു പോകുമ്പോൾ എനിക്കെപ്പോഴും തോന്നാറുള്ളത് റോഡ് പെട്ടെന്ന് നിശബ്ദമായതുപോലെയാണ്. എൻജിൻ പ്രവർത്തിക്കുന്നുണ്ടാകും, ബോഡി കുലുങ്ങുന്നുണ്ടാകും, ടയറുകൾ കല്ലുകളിൽ തട്ടി ശബ്ദമുണ്ടാക്കുന്നുണ്ടാകും. എങ്കിലും ഒരു വല്ലാത്ത നിശബ്ദത അനുഭവപ്പെടും. കാട് എന്നെ തന്നെ നോക്കി നിൽക്കുന്നത് പോലെ. കുറേ രാത്രികൾ ഞാൻ ഇതൊക്കെ അവഗണിച്ചു. ജോലിയുടെ ക്ഷീണമുള്ളതുകൊണ്ട് മനസ്സ് വെറുതെ ഓരോന്ന് ചിന്തിക്കുന്നതാണെന്ന് ഞാൻ വെറുതെ സ്വയം പറഞ്ഞു. അതുകൊണ്ടാണ് വിജനമായ സ്ഥലങ്ങളിലെത്തുമ്പോൾ വല്ലായ്മ തോന്നുന്നത്. പിന്നെ ഒരു രാത്രിയിൽ ആദ്യമായി ഞാൻ അതിനെ കണ്ടു. ഞാൻ ലോഡുമായി കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് പോവുകയായിരുന്നു. സമയം രാത്രി 10-10:30 ആകാശം പൂർണ്ണമായും കറുത്തിരുന്നില്ല. മേഘങ്ങൾക്കിടയിലൂടെ നിലാവിൻ്റെ നേരിയ വെളിച്ചമുണ്ടായിരുന്നു. ഞാൻ ശ്മശാനത്തിനടുത്തെത്തിയപ്പോൾ പതിവ് പോലെ വേഗത കുറവായിരുന്നു. അപ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം ഒരു കല്ലറയുടെ അടുത്ത് പതിഞ്ഞു. അവിടെ ഒരാൾ ഇരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ആദ്യം എനിക്ക് തോന്നിയത് ഏതെങ്കിലും തൊഴിലാളിയോ അല്ലെങ്കിൽ വല്ല ഭ്രാന്തനോ ആയിരിക്കുമെന്നാണ്. എന്നാൽ അടുത്ത നിമിഷം എനിക്കെന്തോ വല്ലായ്മ തോന്നി. അയാൾ അനങ്ങാതെ ഇരിക്കുകയായിരുന്നില്ല, അയാൾ അനങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു സാധാരണ മനുഷ്യൻ ഇരിക്കുന്നത് പോലെ ആയിരുന്നില്ല അത്. അയാളുടെ തോളുകൾ ഒരു പ്രത്യേക രീതിയിൽ വെട്ടിപ്പിടയുന്നുണ്ടായിരുന്നു. അയാളുടെ മുഖം എൻ്റെ നേർക്കായിരുന്നില്ല. അയാൾ കല്ലറയുടെ അടുത്ത് കുനിഞ്ഞിരിക്കുന്നു, മണ്ണിൽ എന്തോ ചെയ്യുന്നത് പോലെ. ഞാൻ ട്രക്കിൻ്റെ വേഗത ഒന്നുകൂടി കുറച്ചു, കൃത്യമായി ഒന്ന് കാണാൻ വേണ്ടി. പക്ഷെ ലോഡ് അത്രയും ഉള്ളതുകൊണ്ട് ട്രക്കിൻ്റെ ബോഡി ആടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കാഴ്ച അത്ര വ്യക്തമായില്ല. വിജനമായി ശ്മശാനത്തിൽ ഈ മനുഷ്യൻ എന്തു ചെയ്യുകയാണെന്ന് എൻ്റെ ഉള്ളിൽ തോന്നി. ഞാൻ ബ്രേക്കിട്ടില്ല. സത്യം പറഞ്ഞാൽ എനിക്കതിനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. ഞാൻ കണ്ണെടുക്കാതെ അങ്ങോട്ട് തന്നെ നോക്കി ട്രക്ക് മുന്നോട്ട് പോയി. ശ്മശാനത്തിൽ നിന്നും കുറച്ച് ദൂരെ എത്തിയപ്പോൾ സൈഡ് മിററിലൂടെ നോക്കാൻ ശ്രമിച്ചു. പക്ഷേ ആംഗിൾ ശരിയല്ലാത്തതുകൊണ്ട് ഒന്നും വ്യക്തമായില്ല. ആ രാത്രി ബാക്കിയുള്ള വഴിയിലുടനീളം ആ കാഴ്ച എൻ്റെ മനസ്സിൽ വന്നുകൊണ്ടേയിരുന്നു. അടുത്ത ദിവസം ഞാൻ ഈ കാര്യം ആരോടും പറഞ്ഞില്ല. ആളുകൾ ചിരിക്കുന്നത് എനിക്കിഷ്ടമല്ലായിരുന്നു. വിദേശത്ത് നിൽക്കുമ്പോൾ നമ്മുടെ മാന്യത കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മൾ വെറുതെ ഓരോന്ന് സങ്കല്പിക്കുന്ന ആളാണെന്ന് മറ്റുള്ളവർക്ക് തോന്നിയാൽ പിന്നെ പറയുന്നതെല്ലാം പരിഹാസമാകും. എന്നാൽ അടുത്ത രാത്രി വീണ്ടും ആ വഴിയിലൂടെ പോകുമ്പോൾ ഉള്ളിലെ അസ്വസ്ഥത മുമ്പത്തേക്കാൾ കൂടുതലായിരുന്നു. അന്ന് രാത്രി ഞാൻ എന്നെ തന്നെ സമാധാനിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഒരുപക്ഷെ കണ്ടത് ആ ശ്മശാനം നോക്കി നടത്തുന്ന ആരെങ്കിലും ആയിരിക്കുമെന്ന്. മലേഷ്യയിൽ പല നാട്ടുകാരുണ്ട്. വല്ല ഇന്തോനേഷ്യക്കാരനോ ജീവനക്കാരനോ അതോ ഏതെങ്കിലും വൃദ്ധനോ നാട്ടിലെ ഏതെങ്കിലും പാവപ്പെട്ടവരോ ആയിരിക്കും. മനസ്സിനെ മാറ്റാൻ വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥന തുടങ്ങി. എങ്കിലും ഉള്ളിലെ ഭാരം മാറിയില്ല. ട്രക്ക് ശ്മശാനത്തിന് നേരെ എത്തിയപ്പോൾ എൻ്റെ കണ്ണുകൾ താനെ അങ്ങോട്ട് പോയി. ഇത്തവണ അവിടെ ആരും ഇരിക്കുന്നത് കണ്ടില്ല. പക്ഷേ ഒരു ശവക്കല്ലറയുടെ കല്ലിൻ്റെ പിന്നിൽ ഒരു നേരിയ വെളിച്ചം ഞാൻ കണ്ടു. ടോർച്ച് മുഴുവനായി തെളിക്കാതെ കൈകൊണ്ടോ തുണികൊണ്ടോ മറച്ചതുപോലെയുള്ളൊരു വെളിച്ചം. പെട്ടെന്നൊരു നിഴൽ അനങ്ങുന്നതും പെട്ടെന്ന് താഴേക്ക് വലിയുന്നതും കണ്ടു. ആരോ ഒളിക്കാൻ ശ്രമിക്കുന്നത് പോലെ. അവിടെ ആരോ ഉണ്ടെന്ന് എനിക്ക് തോന്നി. ചിലപ്പോൾ നമ്മൾ കാണുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അന്ന് രാത്രി ഞാൻ വണ്ടി നിർത്തിയില്ല. നേരെ മുന്നോട്ട് നോക്കി വണ്ടി ഓടിച്ചു. ഇവിടെ നിർത്താൻ പാടില്ലെന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. അതിനുശേഷം കുറേ രാത്രികളിൽ ഇതൊരു വിചിത്ര ശീലമായി. ശ്മശാനത്തിനടുത്തെത്തുമ്പോൾ അവിടെ എന്തോ ഉണ്ടെന്ന് എനിക്ക് തോന്നും. ചിലപ്പോൾ ദൂരെ ആരോ ഇരിക്കുന്നത് കാണാം. ചിലപ്പോൾ കല്ലറക്കരികിൽ ആരെങ്കിലും കുനിഞ്ഞു നിൽക്കുന്നത് പോലെ തോന്നും. ചിലപ്പോൾ കല്ലിൻ്റെ പിന്നിൽ നിന്നും ആരും എന്നെ നോക്കുന്നത് പോലെ അനുഭവപ്പെടും. ചിലപ്പോൾ ഒന്നും കാണാൻ കഴിയില്ല.
അവിടുത്തെ അന്തരീക്ഷമാണെങ്കിലോ വല്ലാത്തൊരു ഭയപ്പെടുത്തുന്നത്. അവിടുന്ന് കടന്നു പോകുന്നത് വരെ ഞാൻ ശ്വാസം അടക്കി പിടിക്കും. 1-2 തവണ പകൽ തിരിച്ചു വരുമ്പോൾ ദൂരെ നിന്നും ആ സ്ഥലം കാണാൻ ശ്രമിച്ചു. പകൽ അതൊരു സാധാരണ സ്ഥലം മാത്രമാണ്. കല്ലറകൾ, കുറ്റിച്ചെടികൾ, കല്ലുകൾ. ഇതൊക്കെ കാണുമ്പോൾ രാത്രിയിൽ ഉറക്കമില്ലായ്മയും ക്ഷീണവും കാരണമാണ് മനസ്സിങ്ങനെ തോന്നിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കും. പിന്നെ ഒരു രാത്രിയിൽ ശരിക്കും എന്നെ തളർത്തി കളഞ്ഞ സംഭവമുണ്ടായി. ഞാൻ പതിവ് പോലെ ലോഡുമായി പോവുകയായിരുന്നു. ട്രക്കിൻ്റെ വേഗത കുറവായിരുന്നു. ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം ശ്മശാനത്തിലേക്ക് വീണപ്പോൾ ഒരു കല്ലറ മാന്തി പൊളിച്ചിരിക്കുന്നത് കണ്ടു. ആരെങ്കിലും പുതിയതായി അടക്കിയതാണോ എന്ന് ഞാൻ ആദ്യം കരുതി. എന്നാൽ കണ്ണുകൾ അവിടെ ഉറച്ചപ്പോൾ എൻ്റെ കൈകാലുകൾ തളർന്നുപോയി. കല്ലറയുടെ അരികിൽ വെള്ള തുണിയിൽ പൊതിഞ്ഞൊരു മൃതദേഹം കല്ലറയ്ക്ക് പുറത്ത് കിടക്കുന്നു. ഞാൻ ആ കാഴ്ച സെക്കൻഡുകൾ മാത്രമേ കണ്ടിട്ടുണ്ടാകൂ. പക്ഷെ ഇന്നുവരെ മറന്നിട്ടില്ല. പുതിയ മണ്ണിളകി കിടക്കുന്നു. കല്ലറ തുറന്നു കിടക്കുന്നു. അതിനു പുറത്ത് വെള്ള തുണിയിൽ പൊതിഞ്ഞ മനുഷ്യരൂപം. മരിച്ചൊരാളെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞു കെട്ടുന്നത് പോലെ എല്ലാ കെട്ടുകളും അതിലുണ്ടായിരുന്നു. മുഖം വ്യക്തമായി കണ്ടില്ല. പക്ഷെ അതൊരു ചാക്കോ തുണിക്കെട്ടോ അല്ലെന്നും അതൊരു മനുഷ്യ ശരീരമാണെന്നും എനിക്ക് ഉറപ്പായിരുന്നു. എൻ്റെ മനസ്സിൽ ഒരേ സമയം പല ചിന്തകൾ വന്നു. ആരോ കല്ലറ മാന്തിയതാണോ? മോഷണമാണോ? മൃതദേഹം പുറത്തെടുത്തതാണോ? വല്ല ആചാരപരമായ കാര്യങ്ങളാണോ? അതോ ഞാൻ കാണുന്നത് തെറ്റാണോ? എനിക്ക് വണ്ടി നിർത്താൻ കഴിഞ്ഞില്ല. പകലായിരുന്നെങ്കിൽ ഞാൻ ദൂരെ നിന്ന് നോക്കുമായിരുന്നു. പക്ഷേ രാത്രി കാടും ഭാരമുള്ള ട്രക്കും. ഞാനൊന്ന് നോക്കി അവിടുന്ന് പോയി. ബാക്കി വഴിയിലുടനീളം ഞാൻ ഓരോ മിനിറ്റിലും സൈഡ് മിററിലൂടെ നോക്കുന്നുണ്ടായിരുന്നു. ഒന്നും ഉണ്ടാകില്ലെന്ന് ബുദ്ധി പറയുന്നുണ്ടെങ്കിലും പേടി മാറുന്നില്ല. പിറ്റേന്ന് വൈകുന്നേരം മണലെടുക്കാൻ പുഴയിലേക്ക് പോകുമ്പോൾ ഞാനൊരു അബദ്ധം കാണിച്ചു. അപ്പോൾ പൂർണ്ണമായും ഇരുട്ടായിരുന്നില്ല. ഒരു സന്ധ്യാസമയമായിരുന്നു. വെളിച്ചം കുറവായിരുന്നെങ്കിലും ചുറ്റും കാണാമായിരുന്നു. ശ്മശാനത്തിനടുത്തെത്തിയപ്പോൾ തലേ ദിവസത്തെ കാഴ്ച മനസ്സിൽ വന്നു. ഞാൻ ട്രക്ക് അല്പം മുന്നിലേക്ക് നിർത്തി. സ്റ്റിയറിങ്ങിൽ പിടിച്ച് ഞാൻ കുറേ നേരം ഇരുന്നു. ഇറങ്ങണോ വേണ്ടയോ എന്ന് ചിന്തിച്ചു. ഇന്നലെ കണ്ടത് എന്താണെന്ന് ഇന്ന് നേരിട്ട് കാണണമെന്ന് ഒരു വശത്ത് മനസ്സ് പറഞ്ഞു. മറുവശത്ത് പേടിയായിരുന്നു. വല്ല നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവരും മറ്റും അവിടെയുണ്ടെങ്കിൽ എന്തു ചെയ്യും? അവസാനം ഞാൻ താഴെ ഇറങ്ങി. മരങ്ങളിൽ നിന്ന് നനഞ്ഞ മണ്ണിൻ്റെയും ഉണങ്ങിയ ഇലകളുടെയും മണം വരുന്നുണ്ടായിരുന്നു. ദൂരെയെങ്ങും ഒരു ശബ്ദവുമില്ല. ഞാൻ ട്രക്ക് ഓഫ് ചെയ്തില്ല. വല്ലതും സംഭവിച്ചാൽ വേഗം കയറിപ്പോകാൻ വേണ്ടി എൻജിൻ ഓണാക്കി തന്നെ ഇട്ടു. ഞാൻ പതുക്കെ ശ്മശാനത്തിലേക്ക് നടന്നു. ദൂരെ നിന്നും കാണുമ്പോൾ അതൊരു വലിയ സ്ഥലമായിട്ടല്ല തോന്നാറുള്ളത്. പക്ഷെ ഉള്ളിൽ കടന്നപ്പോൾ കല്ലറകൾ കുറേയധികം പരന്നു കിടക്കുന്നത് കണ്ടു. ചില കല്ലറകൾ പഴയതായിരുന്നു. ചിലതിലെ എഴുത്തുകൾ വ്യക്തമാണ്. പക്ഷേ കൂടുതൽ ഭാഷകളും എനിക്ക് മനസ്സിലാകുന്നില്ല. ചില കല്ലുകൾ പതിറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. അവസാനം ഞാൻ തലേ ദിവസം മൃതദേഹം കണ്ട ആ കല്ലറയുടെ അടുത്തെത്തി. ആ കല്ലറ ഇപ്പോഴും തുറന്നു തന്നെ കിടക്കുന്നു. മണ്ണ് ചിതറിക്കിടക്കുന്നു. പക്ഷെ ആ മൃതദേഹം അവിടെയില്ല. ഞാൻ കുറച്ചു നേരം അവിടെ നോക്കി നിന്നു. പിന്നെ ധൈര്യം സംഭരിച്ച് അല്പം കൂടി അടുത്തേക്ക് ചെന്നു. കല്ലറയുടെ ഉൾഭാഗം ശൂന്യമായിരുന്നു. ഞാൻ വേഗം കണ്ണുകൾ മാറ്റി. ഇതെനിക്ക് മനസ്സിലാകുന്നില്ല. അടക്കം ചെയ്യാനാണെങ്കിൽ മൃതദേഹം ഉള്ളിലുണ്ടാകും. ആരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോയതാണെങ്കിൽ? ചുറ്റും നോക്കി. ആരുമില്ല. നിശബ്ദത മാത്രം. അപ്പോൾ എൻ്റെ കണ്ണുകൾ ഒരു കല്ലിൽ പതിഞ്ഞു. അതിലെഴുതിയിരിക്കുന്നത് മലായി ഭാഷയോ അറബിയോ അല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു അതൊരു ഇന്തോനേഷ്യൻ പേരാണെന്ന്. എനിക്ക് ആ ഭാഷ അറിയില്ലെങ്കിലും ചില അക്കങ്ങളും തീയതികളും മനസ്സിലാക്കാൻ കഴിഞ്ഞു. മരിച്ച ആൾക്ക് 40 വയസ്സ് പ്രായമുണ്ടാകും. ഞാൻ ഫോണെടുത്ത് ആ കല്ലിൻ്റെ ഫോട്ടോ എടുത്തു. എന്തിനാണെന്നറിയില്ല. പിന്നീട് വല്ലപ്പോഴും പരിശോധിക്കാമല്ലോ എന്ന് കരുതി. ഫോട്ടോ എടുത്ത ഉടനെ ഞാൻ തിരിഞ്ഞു നടന്നു. അവിടെ കൂടുതൽ നേരം നിൽക്കരുതെന്ന് ഉള്ളിൽ നിന്നും ആരോ പറയുന്നത് പോലെ തോന്നി. ഞാൻ വേഗം ട്രക്കിൽ കയറി വാതിലടച്ചു. അല്പനേരം മുന്നോട്ട് തന്നെ നോക്കിയിരുന്നു. പിന്നെ വണ്ടിയെടുത്തു. ആ ദിവസത്തിന് ശേഷം എല്ലാം മാറിമറിഞ്ഞു. നേരത്തെ ശ്മശാനത്തിനടുത്ത് വെച്ചാണ് പേടി തോന്നിയതെങ്കിൽ ഇപ്പോൾ അവിടെ എത്തുന്നതിന് മുമ്പേ ശരീരം തളരാൻ തുടങ്ങും. 2 ദിവസം എനിക്ക് പനി പിടിച്ചു. ശരീരം തളർന്നു. തലവേദനയും ഉറക്കമില്ലാത്തത് കൊണ്ടാണെന്ന് ഞാൻ എന്നെ തന്നെ സമാധാനിപ്പിച്ചു. പക്ഷെ ആ തുറന്ന കല്ലറയിലെ കാഴ്ച മനസ്സിൽ നിന്നും പോയില്ല. വീണ്ടും ഡ്യൂട്ടിക്ക് പോയൊരു രാത്രിയിൽ ഹെഡ്ലൈറ്റ് വെളിച്ചത്തിൽ ഇടതുവശത്ത് വെള്ള നിറത്തിലുള്ള ഒരു വസ്തു അനങ്ങുന്നത് പോലെ തോന്നി. ഒരു വെള്ള രൂപം പെട്ടെന്ന് മാറുന്ന പോലെ. ഞാൻ നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല. പക്ഷെ ട്രക്കിന് പിന്നാലെ എന്തോ ഓടി വരുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. സൈഡ് മിററിൽ നോക്കി. ഒന്നുമില്ല. എങ്കിലും പിന്നിൽ എന്തോ ഉണ്ടെന്ന് തോന്നൽ മാറുന്നില്ല. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. റോഡ് മോശമായതുകൊണ്ട് ട്രക്ക് നന്നായി കുലുങ്ങുന്നുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഈ സ്ഥലം കടന്നാൽ മതിയായിരുന്നു എന്ന ചിന്ത. അന്ന് രാത്രി ഞാൻ രക്ഷപ്പെട്ടു. പക്ഷെ അതിനുശേഷം ഒരു കാര്യം ശ്രദ്ധിച്ചു. ശ്മശാനം കഴിഞ്ഞാലും എന്തോ ഒന്ന് കൂടെ വരുന്നത് പോലെ എനിക്ക് തോന്നും. ട്രക്കിനുള്ളിലെ നിശബ്ദതയ്ക്കൊരു വല്ലാത്ത ഭാരം തോന്നുന്നു. വല്ലപ്പോഴും സൈഡ് മിററിൽ ഒന്നുകൂടി നോക്കാൻ മനസ്സ് പറയും. കുറച്ച് രാത്രികൾക്ക് ശേഷം മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. അന്ന് ലോഡിംഗ് പോയിന്റിൽ സൂപ്പർവൈസറുമായി ചെറിയൊരു വഴക്കുണ്ടായി.
അയാൾ ട്രക്കിൽ ഭാരപരിധിയിൽ കൂടുതൽ മണൽ കയറ്റി. ട്രക്ക് എടുത്തപ്പോൾ എഞ്ചിൻ പതുക്കെ വലിയുന്നത് എനിക്ക് മനസ്സിലായി. ഈ ഒരു ട്രിപ്പ് സുരക്ഷിതമാകണേ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ വണ്ടി ഓടിച്ചു. ഞാൻ ശ്മശാനത്തിനടുത്തെത്തിയപ്പോൾ ട്രക്കൊന്ന് വിറച്ചു. ഞാൻ വേഗത ക്രമീകരിച്ചു, ഗിയർ മാറ്റി. കുറച്ച് സെക്കൻഡ് മുന്നോട്ട് പോയി. പെട്ടെന്ന് വണ്ടി നിന്നുപോയി. എഞ്ചിൻ ഓഫായി. ലൈറ്റുകൾ അണഞ്ഞു. കാടിന് നടുവിൽ കട്ട ഇരുട്ടിൽ ആ ശ്മശാനത്തിന് നേരെ മുന്നിൽ ട്രക്ക് നിശ്ചലമായി നിന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഞാൻ വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ നടന്നില്ല. ഞാൻ ഉടനെ കമ്പനിയിൽ വിളിച്ച് കാര്യം പറഞ്ഞു. മെക്കാനിക്ക് വരാൻ 1-2 മണിക്കൂർ എടുക്കുമെന്ന് അവർ പറഞ്ഞു. ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ഞാൻ ദേഷ്യത്തോടെ ചോദിച്ചു. അവർ ലൊക്കേഷൻ അയക്കാൻ പറഞ്ഞു. ട്രക്കിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കാനും നിർദ്ദേശിച്ചു. പറയാൻ എളുപ്പമാണ്, പക്ഷേ ആ സാഹചര്യത്തിൽ അവിടെ ഇരിക്കുക എന്നത് പ്രയാസകരമായിരുന്നു. ഞാൻ വാതിലുകളും ഗ്ലാസുകളും ലോക്ക് ചെയ്തു. ആദ്യം കാടിൻ്റെ സാധാരണ ശബ്ദങ്ങൾ മാത്രമേ കേട്ടിരുന്നുള്ളൂ. പിന്നെ ട്രക്കിൻ്റെ മുന്നിലൂടെ എന്തോ കടന്നുപോയതായി തോന്നി. നിലാവെളിച്ചത്തിൽ ഒരു വെള്ള രൂപം വശത്തേക്ക് പോയതുപോലെ. വല്ല മൃഗവുമായിരിക്കുമെന്ന് ഞാൻ കരുതി. എന്നാൽ പെട്ടെന്ന് ട്രക്കിനൊരു ചെറിയ കുലുക്കം അനുഭവപ്പെട്ടു. ആരോ കൈവച്ചതുകൊണ്ടോ ഭാരം കയറ്റിയതുകൊണ്ടോ ഉണ്ടാകുന്ന കുലുക്കം. ഞാൻ നിശബ്ദനായിരുന്നു. ഡ്രൈവിംഗ് സൈഡിലെ ചവിട്ടുപടിയിൽ ആരോ കയറിയതുപോലെ ശബ്ദം കേട്ടു. എൻ്റെ ശരീരം വിറച്ചു. ആരെങ്കിലും ആണെങ്കിൽ വാതിലിൽ തട്ടുമായിരുന്നു. ഞാൻ പതുക്കെ സ്റ്റിയറിങ്ങിൻ്റെ അടിയിലേക്ക് താഴ്ന്നിരുന്നു. പുറത്തുനിന്ന് നോക്കിയാൽ എന്നെ കാണാത്ത രീതിയിൽ ഒളിച്ചിരുന്നു. അപ്പോൾ ചില്ലിൽ എന്തോ ഒരു ഉരസുന്ന ശബ്ദം കേട്ടു. ആരോ പുറത്തുനിന്നും ചില്ലിൽ പട്ടിപ്പിടിച്ച് ഉള്ളിലേക്ക് നോക്കാൻ ശ്രമിക്കുന്ന പോലെ. പിന്നെ ട്രക്കിൻ്റെ മുകളിൽ എന്തോ ഒന്ന് ചാടിയ ശബ്ദം കേട്ടു. ഞാൻ കണ്ണുകൾ മുറുക്കി അടച്ചു. കല്ലറയിലെ ആ മൃതദേഹത്തിൻ്റെ രൂപം എൻ്റെ കണ്ണിൽ വന്നു. കുറേ നേരം ഞാൻ അങ്ങനെയിരുന്നു. പിന്നെ ദൂരെ നിന്നും ഒരു വണ്ടിയുടെ ശബ്ദം കേട്ടു. മെക്കാനിക്ക് വരികയാണെന്ന് മനസ്സിലായപ്പോൾ എനിക്കല്പം ധൈര്യം വന്നു. ഞാൻ പതുക്കെ തലയുയർത്തി. ചുറ്റും ആരെയും കണ്ടില്ല. ഞാൻ പതുക്കെ വാതിൽ തുറന്ന് താഴേക്ക് ഇറങ്ങി. ട്രക്കിന് ചുറ്റും നോക്കി. ആരുമില്ല. മുകളിലും ഒന്നുമില്ല. എന്നാൽ റോഡിൻ്റെ അല്പം മുന്നിലായി ആ വെള്ള രൂപം നിൽക്കുന്നത് ഞാൻ കണ്ടു. അതൊരു മനുഷ്യനെ പോലെ ആയിരുന്നില്ല നിന്നത്. വെള്ള തുണിയിൽ പൊതിഞ്ഞൊരു രൂപം. പലയിടത്തും കെട്ടുകളുണ്ട്. മുഖം ഭാഗികമായി കാണാമായിരുന്നു. അതൊരു മൃതദേഹത്തിൻ്റെ മുഖം പോലെ വികൃതമായിരിക്കുന്നു. അത് സാധാരണ നടക്കുന്ന പോലെയല്ല, ഒരു പ്രത്യേക രീതിയിൽ എൻ്റെ അടുത്തേക്ക് വരികയാണ്. എനിക്ക് നിലവിളിക്കാൻ പോലും കഴിഞ്ഞില്ല. ഞാൻ ബോധം കെട്ടു വീണു. കണ്ണു തുറന്നപ്പോൾ വെള്ള വെളിച്ചമാണ് കണ്ടത്. മെക്കാനിക്കും ഡ്രൈവറും എൻ്റെ അടുത്തുണ്ട്. അവരെൻ്റെ മുഖത്ത് വെള്ളം തെളിച്ചു. നടന്ന കാര്യങ്ങൾ ഞാൻ അവരോട് പറഞ്ഞില്ല. ട്രക്ക് ശരിയാക്കിയ ശേഷം ഞാൻ അവരുടെ പിന്നാലെ സൈറ്റിലേക്ക് പോയി. അടുത്ത ദിവസം ഞാൻ കമ്പനിയിൽ നിന്നും അവധിയെടുത്തു. എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ലായിരുന്നു. കണ്ണടയ്ക്കുമ്പോൾ ആ വെള്ളരൂപം വരും. എൻ്റെ റൂമിലുള്ള റിഹാൻ എന്ന ഇന്തോനേഷ്യക്കാരന് ഞാനെന്ന് കല്ലറയുടെ ഫോട്ടോ എടുത്തത് കാണിച്ചു കൊടുത്തു. അയാളത് നോക്കിയിട്ട് പറഞ്ഞു, ഇത് ഇന്തോനേഷ്യൻ ശൈലിയിലുള്ള പേരാണെന്ന്. ഞാൻ നടന്ന സംഭവങ്ങളെല്ലാം അവനോട് പറഞ്ഞു. അത് കേട്ട് അവൻ പറഞ്ഞു, നിങ്ങൾ കണ്ടത് പോക്കോങ് ആയിരിക്കാം. മൃതദേഹം അടക്കം ചെയ്യുമ്പോൾ കഫംകെട്ടുകൾ അഴിച്ചില്ലെങ്കിൽ ശരീരം ഇങ്ങനെ അലഞ്ഞു തിരിയുമെന്ന് ഞങ്ങളുടെ നാട്ടിൽ വിശ്വസിക്കുന്നു. ആ കമ്പനിയിൽ നിന്നും ഇറങ്ങാൻ അവൻ എന്നോട് പറഞ്ഞു. ഞാൻ ആ ജോലി വിടാൻ തീരുമാനിച്ചു. എന്നാൽ പേടി അവിടെയും തീർന്നില്ല. ഒരു ദിവസം ഫ്ലാറ്റിൽ ഞാൻ തനിച്ചായിരുന്നു. റൂമിൽ കിടക്കുമ്പോൾ ആരോ പുറത്ത് നടക്കുന്നത് പോലെ കേട്ടു. വാതിൽക്കൽ ആ നിഴൽ കണ്ടു. അതേ വെള്ളരൂപം അതെൻ്റെ റൂമിൻ്റെ ഉള്ളിലേക്ക് വന്നു. ഞാൻ പേടിച്ചു വിറച്ച് ദൈവത്തോട് പ്രാർത്ഥന തുടങ്ങി. അതെൻ്റെ കട്ടിലിൻ്റെ അടിയിലേക്ക് നൂഴ്ന്നു കയറി. എനിക്കവിടെ ഇരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ കട്ടിലിൻ്റെ മറുഭാഗത്തുകൂടി ചാടി പുറത്തേക്ക് ഓടി. പിറ്റേന്ന് സുഹൃത്തുക്കളോടൊപ്പം വന്ന് നോക്കിയപ്പോൾ കട്ടിലിൻ്റെ അടിയിൽ നനഞ്ഞ മണ്ണിൻ്റെ അംശങ്ങൾ കണ്ടു. ആ ശ്മശാനത്തിലെ അതേ മണ്ണ്. ഞാൻ ഉടനെ മലേഷ്യ വിടാൻ തീരുമാനിച്ചു. തിരിച്ച് ഇന്ത്യയിലേക്ക് പോന്നു. വീട്ടുകാരോട് ആദ്യം സത്യം പറഞ്ഞില്ല. നാട്ടിൽ വന്നിട്ട് ഞാൻ പിന്നെ ആ രൂപം കണ്ടിട്ടില്ല. അപ്പോൾ ഇതാണ് അടുത്ത കഥയും. അങ്ങനെ ഈ കഥയും അവസാനിച്ചിരിക്കുന്നു. ഇതൊക്കെ ഒറിജിനലാണോ എന്ന് ചോദിച്ച് എനിക്കറിയില്ല. അങ്ങനെയാണെന്ന് പറഞ്ഞ് ചില ആളുകൾ എഴുതുന്നതാണ്. നിങ്ങളെന്തായാലും ഒരു എൻ്റർടൈൻമെൻ്റായിട്ട് എടുത്താൽ മതി. നിങ്ങൾ ഇതിൽ അങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയാം. എന്തായാലും പുതിയ കഥയുമായി വീണ്ടും വരാം. ലവ് യു ഓൾ. ബൈ.